ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ബംഗ്ലാദേശിലും നേപ്പാളിലും നടപ്പിലാക്കിയ സമാനമായ രീതിയിലുള്ള കലാപം അത് ഏത് നിമിഷവും നമ്മുടെ രാജ്യത്ത് നടക്കാമെന്ന് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം കാണുന്ന എല്ലാവർക്കും അറിയാം. ഈ പോയിന്റ് കാണുന്ന എല്ലാവർക്കും അറിയാം. ഇത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് പല ഭാഗത്തായിട്ട് തുടരുന്നു എന്ന് ഇവന്മാരെയൊക്കെ ഉദ്ദേശിച്ചാണ് 2.5 വാർഫെയർ നമ്മൾ തുറക്കേണ്ടി വരും എന്ന് നമ്മുടെ യശശരീരനായിട്ടുള്ള മുൻ ചീഫ് ഓഫ് ഡിഫൻസ് ബിപിൻ റാവത്ത് പറഞ്ഞത്. അതിൽ 0.5 നിന്നെ പോലെയൊക്കെ ഉള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. They are saying that they are doing a peaceful protest. But I just want to say them, open your fucking eyes and see what is happening in Delhi Jantar Mantar. ഇത് പറയാനുള്ളത് ഇവിടെയുള്ള നമ്മുടെ സാംസ്കാരിക നായകന്മാരോടും ഇവിടെയുള്ള നമ്മുടെ സിനിമ പ്രവർത്തകരോടുമാണ്. ഇന്നലെ ടൊവിനോ തോമസ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. അവർ പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് അവരുടെ നേർക്ക് മെക്കിട്ട് കയറുന്നതെന്ന്. സി, നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് തകർക്കണം എന്നാണ് അവരവിടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വേറൊരുത്തൻ അവിടെ നിന്ന് പറയുന്നു, പ്രധാനമന്ത്രിയെ കൊന്ന് അയാളുടെ നെഞ്ചത്ത് ചവിട്ടി നിന്ന് ഞാൻ അയാളുടെ വാ തുറന്ന് അതിനകത്ത് മൂത്രമൊഴിക്കും എന്നാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇവിടെയുള്ള ആൾക്കാർ, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ ഫണ്ട് വാങ്ങിച്ചാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കേന്ദ്ര സർക്കാർ ഇതിനെ വെറുതെ അഴിച്ചുവിടും. അഴിച്ചുവിട്ടിട്ട് എല്ലാം ഒന്ന് ശമിച്ച ശേഷം മാത്രമായിരിക്കും കേന്ദ്രം ഇതിൽ ആക്ട് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശൈലി. ഏതാണ് അദ്ദേഹം പറയും, വെയിറ്റ് ചെയ്യൂ, ഇവര് ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നു. ഇവിടെ മറ്റേ വലിയ രീതിയിൽ മെഴുകുതിരി കത്തിക്കുന്നു. ഈ പ്രൊട്ടസ്റ്റേഴ്സിനെയൊക്കെ പോലീസ് അടിച്ച് അവരുടെ തലയൊക്കെ പൊട്ടി ചോര തെറിക്കുന്ന വിഷ്വൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ പ്രൊട്ടസ്റ്റിന്റെ ഒരു സ്വഭാവം അതാണ്. അതായത് ഇത് സോഷ്യൽ മീഡിയയിൽ ഇടും. അതായത് സോഷ്യൽ മീഡിയയിൽ ഈ വിദ്യാർത്ഥികളെ അടിച്ച് റെഡിയാക്കി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലിട്ട് പ്രൊട്ടസ്റ്റ് ആളി കത്തിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതിന്റെ മറുവശമുണ്ട്. ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവന്മാര് പോലീസിന്റെ മുഖത്തോട്ട് കല്ലെറിയുകയും പെപ്പർ സ്പ്രേ അടിക്കുകയും ചെയ്തു. അപ്പോഴാണ് അതിൽ നിന്ന് ഒരുത്തനെ പിടിച്ചെടുത്ത് അവനെ രണ്ട് തട്ട് ഒന്നും ചെയ്തിട്ടില്ല. They are saying that Modi is a dictator. പക്ഷെ എന്റെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ മോഡി ഒരു ഡിക്റ്റേറ്റർ അല്ല എന്നുള്ളതാണ് എന്റെ ഒരു പരാതി. രണ്ട് തട്ട് തട്ടിയിട്ട് സൈഡിൽ ഇരുത്തുമ്പോൾ അവന്റെ കാമുകി ഓടി വന്ന് അവന് വെള്ളം കൊടുക്കാൻ പോകുമ്പോൾ പോലീസ് ഇങ്ങ് തരൂ, ഞങ്ങൾ കൊടുക്കാന്ന് പറയുമ്പോൾ ആ പെണ്ണ് പറയുകയാണ്, ഡോണ്ട് ടച്ച് ഹിം, അവനെ പിടിക്കരുത്. ഇത് മാത്രമാണ് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് വരുന്നത്. ഇവൻ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിക്കുന്നതൊന്നുമില്ല. ചില വിഷ്വൽസ് കാണുമ്പം ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണ്. നമ്മുടെ ഒരു RAF പോലീസുകാരനെ ഇവന്മാര് ഓടിച്ചിട്ട് അടിക്കുകയാണെന്നുള്ളതാണ്. അദ്ദേഹം ആ അടിച്ചിട്ട് അദ്ദേഹമാണെങ്കിൽ നടു റോഡിൽ തെന്നി വീഴുകയാണ്. ഇതാണ് വിഷ്വൽ. അദ്ദേഹം നടു റോഡിൽ തെന്നി വീഴുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ മോബ് ലിഞ്ച് ചെയ്യുകയാണ്. അദ്ദേഹത്തെ ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് നിന്ന് മോബ് ലിഞ്ച് ചെയ്യാണ്. ഇത് നമ്മുടെ രാജ്യത്താണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവന്മാർക്കും കിട്ടും എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അദ്ദേഹത്തിനെ അടിച്ച് അദ്ദേഹം വീഴുന്ന ദൃശ്യം നോക്ക്. അദ്ദേഹം അവിടെ വന്ന് വീഴുകയാണ്. എന്നിട്ട് വളഞ്ഞിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയാണ്. ഇതൊരു വിഷ്വൽ. ഇത് മാത്രമല്ല, അവിടെ നടക്കുന്ന ചില വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വേറൊരു പോലീസുകാരൻ അദ്ദേഹം ഓടുകയാണ്. യവന്മാരുടെ അടി സഹിക്കാൻ വയ്യാതെ, പോലീസ് അടിക്കുന്നെന്നാണ് പറയുന്നത്, യവന്മാരുടെ അടി സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ഓടി അദ്ദേഹത്തിന്റെ ഗതികേടിന് അദ്ദേഹം തിരിഞ്ഞ് ജീവൻ രക്ഷിക്കണ്ടേ, തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് യവന്മാർക്ക് നേരെ ചൂണ്ടുന്നു. അത് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അദ്ദേഹം നോക്കൂ, അദ്ദേഹം ഓടുകയാണ്. കണ്ടോ, അദ്ദേഹം ഓടുമ്പോൾ യവന്മാർ അടിക്കാനായിട്ട് അയാളെ കൊല്ലാനായിട്ട് വരും. അപ്പൊ അയാൾ തോക്കിങ്ങനെ ചൂണ്ടുകയാണ്. യവന്മാര് വളഞ്ഞു നിൽക്കുകയാണ് അയാളെ. എന്നിട്ട് അയാളെ പിടിച്ച് അയാളെ സമ്പൂർണ്ണമായിട്ട്, ഇതൊരു മോബ് ലിഞ്ചിങ് ആണ്. ഇത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മുടെ രാജ്യത്താണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ്. ആ പ്രൊട്ടസ്റ്റിന് വന്നിരിക്കുന്ന ഇതാരാ? വാളും പരിചയും കുറുവടിയുമായിട്ടാണ് പോലീസിനെ നേരിടുന്നത്. വാളുകൊണ്ടാണ് പോലീസിനെ നേരിടുന്നത്. വാളുകൊണ്ട് ഖലിസ്ഥാനി പീപ്പിൾ പോലീസിനെ നേരിടുന്നത് വാളുകൊണ്ടാണ്. തീർന്നില്ല, മോബ് ലിഞ്ച് ചെയ്യാണ് പോലീസിനെ. അവിടെ ഖലിസ്ഥാനി പതാക ഉയർത്തി എവിടെ മോബ് ലിഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസിനെ എന്നുള്ളതാണ്. ഇത് നമ്മുടെ രാജ്യത്താണ് കേട്ടോ നടക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഈ വിഷ്വൽസ് നോക്കൂ. ഒരു പെട്രോൾ പമ്പ് ആക്രമിക്കുകയാണ്. ഒരു പെട്രോൾ പമ്പ് അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഈ പെട്രോൾ പമ്പും ധർമ്മേന്ദ്ര പ്രധാനുമായിട്ടുള്ള ഇടപാട്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പെട്രോൾ പമ്പ്, ഇനി എന്നെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്ത ഒരു വിഷ്വൽ ഉണ്ട് കേട്ടോ. യവനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊന്ന് മോദിയുടെ നെഞ്ചത്ത് ചവിട്ടി മോദിയുടെ വാ തുറന്ന് അതിനകത്ത് മൂത്രമൊഴിക്കും എന്ന് പറഞ്ഞൊരുത്തൻ. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇനി തീർന്നിട്ടില്ല. ഇത് പ്രേക്ഷകര് കാണണം. ഇവിടെയുള്ള ഈ ഇതുണ്ടല്ലോ, പൈസ വാങ്ങിച്ചിട്ട് ചെയ്യാൻ പോകുന്നവന്മാരുണ്ടല്ലോ, അവന്മാർ ഇതൊക്കെ കാണണം എന്നുള്ളതാണ്. ഇനി വേറൊരു വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ദിസ് വിഷ്വൽ. ഒരു പോലീസുകാരനെ വളഞ്ഞിട്ടടിക്കുകയാണ്.
പോലീസുകാരനെ അവസാനം പ്രാണരക്ഷാർത്ഥം തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാളെ വളഞ്ഞിട്ട് അടിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്ത ഒരു വിഷ്വല് ചേട്ടാ, അവിടെ വരുന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകളെ ഉമ്മാര് പിടിക്കുകയാണ്. ആ സ്ത്രീകളുടെ ബ്രസ്റ്റിലടക്കം ഉമ്മാര് പിടിച്ച് ഞെരിക്കുകയാണ്. പോരാത്തതിന് ആ സ്ത്രീകളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിച്ചഴക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഗോദി മീഡിയ അല്ലേ? അപ്പൊ ആ സ്ത്രീ പറയുന്നു, അല്ല, ഞാൻ ഗോദി മീഡിയ അല്ല. ആ സ്ത്രീ വന്ന് പറയുന്നത് എന്താണ്, ഞാൻ കുറച്ച് റിയൽ ഹിന്ദുസിനെ കണ്ടു എന്ന് പറഞ്ഞ് അവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാ. അപ്പൊ ഉടനെ അവിടെ നിൽക്കുന്നവന്മാർ ചോദിക്കുന്നത്, നീ ഗോദി മീഡിയ അല്ലെങ്കിൽ നീ പശുവിനെ കൊല്ലുന്നത് സപ്പോർട്ട് ചെയ്യൂ എന്ന് ചോദിച്ചുകൊണ്ട് ആ സ്ത്രീയെ, ആ വിഷ്വൽസ് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് കേട്ടോ. ഞാനത് ഐ വിൽ പ്ലേ, ഞാനത് കാണിച്ചു തരാം. ഒരു സ്ത്രീ, നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്ക് നേരെ ആരെങ്കിലും കൈ ഉയർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെയുള്ള ബഹളം? എന്തായിരിക്കും ഇവിടെ ബഹളം? ഈ വിഷ്വൽസ് ഒന്ന് നോക്കൂ, ഈ വിഷ്വൽസ് നോക്കൂ. ആ ഒരു റിപ്പോർട്ടറെ പിടിച്ച് ആ ഒരു റിപ്പോർട്ടറെ അതിക്രൂരമായിട്ട് ഇവര് മർദ്ദിക്കുകയാണ്. കണ്ടോ? കണ്ടോ? ആ റിപ്പോർട്ടറെ പിടിച്ച് അവര് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവർക്ക് വയ്യ, അവർക്ക് പറ്റുന്നില്ല, അവര് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷ്വൽസിൽ. ഇത് എന്നെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തത്. കണ്ടോ? ഒരു കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ചെറ്റകൾ ആ ഒരു ജേർണലിസ്റ്റിനെ പിടിച്ച് ഇവിടെ ഒരു ജേർണലിസ്റ്റുകളുടെയും രോഷം ഉണർന്നില്ല. ഇവിടെ ഒരു ജേർണലിസ്റ്റുകൾക്കും പന്തം കൊളുത്തണ്ട, പ്രകടനം നടത്തണ്ട. ആ ഒരു സ്ത്രീയാണെന്നുള്ളത് ആലോചിക്കണം. എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താ അറിയോ? മണിപ്പൂരിൽ നിന്നൊരു വിഷ്വൽ ഓർമ്മ വന്നു. ചേട്ടൻ ഓർമ്മയുണ്ടോ? എന്റെ അടക്കം രക്തം തിളച്ചൊരു വിഷ്വലാണ്. ഒരു സ്ത്രീയെ നഗ്നയാക്കി ഇതുപോലൊരു സമൂഹം മോബ് ലിഞ്ച് ചെയ്യുന്ന ദൃശ്യം. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാളെടുത്തവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോ സമാനമായിട്ടുള്ളതും ഭയാനകരം. അവിടെയുള്ള സകല മാധ്യമ പ്രവർത്തകനെ അടിക്കുകയാണ്. റിപ്പോർട്ടറിന്റെ മാധ്യമ പ്രവർത്തകൻ പറയുകയാണ്, അതാ വിദ്യാർത്ഥികൾ കല്ലെറിയുന്നു, കല്ലെന്റെ നേർക്ക് വരുന്നു, നോബൽ മാരിക്കാരൻ അടികൊണ്ട് ആശുപത്രി കിടക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ജന്തർ മന്ദിറിൽ നടക്കുന്നത്. ഈ വിഷ്വൽസ് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. എന്ത് തോന്നുന്നു? ഇത് ഈ സമാനമായ രീതിയിൽ തന്നെയാണ് ജൻസി കലാപം. നേപ്പാളിൽ നോക്കൂ, ബംഗ്ലാദേശിൽ നോക്കൂ, പിന്നെ നമ്മുടെ തായ്ലൻഡിൽ നോക്കൂ, ഈ കലാപം ഇന്തോനേഷ്യയിൽ നോക്കൂ. അതായത് എവിടെയാണോ ഇതിനൊരു സമാന സ്വഭാവമാണ്. അതായത് ഒന്ന് സോഷ്യൽ മീഡിയ വഴി ഇത് കത്തിക്കുക, കൂടുതൽ പേരെ രംഗത്തെത്തിക്കാൻ വേണ്ടി. അപ്പൊ ഇതിനകത്തേക്ക് വരുന്നവരാരാന്ന് വെച്ചാൽ ഈ ബ്രസ്റ്റിന് പിടിക്കേണ്ടവൻ, പിന്നെ ചന്തിക്ക് പിടിക്കേണ്ടവൻ, പിന്നെ കൊല്ലണ്ടവൻ, കൊള്ളയടിക്കേണ്ടവൻ, പൊതുമുതൽ നശിപ്പിക്കേണ്ടവൻ, അങ്ങനെ ഒരു വലിയ ഗ്യാങ്ങിലേക്ക് എത്തും. കാരണം അവർക്ക് ചുളിവിൽ ഇത് നടത്താൻ പറ്റും, സേഫ് ആയിട്ട് പോകാനും പറ്റും. അവരൊരു വലിയ വിഭാഗം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. ഈ ടീമുകൾ എല്ലായിടത്തും സമാനമാണ്. ഇവിടെ ഇതിന്റെ പിന്നിൽ വിദേശ രാജ്യങ്ങളോട് നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട്. നോക്കൂ, ജൂലൈ 17 അമേരിക്കൻ ഇന്ത്യയിലെ എംബസി ഒരു ഡെമോൺസ്ട്രേഷൻ വാണിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഉപദേശക സമിതി ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവര് കൃത്യമായി തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കൃത്യമായി അവർ പറയുന്നു, ജൂലൈ 20 നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ദില്ലിയിൽ വലിയ ജനക്കൂട്ടം രൂപപ്പെടാൻ രൂപപ്പെടും എന്ന് തന്നെ, സാധ്യതയെന്നല്ല, രൂപപ്പെടും, ഒത്തുചേരും, ഗതാഗതം തടസ്സപ്പെടും. ഇത് ദില്ലിയിലെ US എംബസി ഡെമോൺസ്ട്രേഷൻ അലർട്ടാണ് അവരുടെ പൗരന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. ആ അലർട്ടിൽ അവർ കൃത്യമായി തന്നെ പറയുന്നു, നിങ്ങൾ പോകരുതാത്ത ചില സ്ഥലങ്ങളെ കുറിച്ച് അവർ കൃത്യമായി പറയുന്നു. ജന്തർ മന്ദിർ, അവിടെ നിങ്ങൾ പോകരുത്. പാർലമെന്റ് ഹൗസിലേക്ക് നിങ്ങൾ പോകരുത്, കൃത്യമായി തന്നെയാണ് പറയുന്നത്. പാർലമെന്റ് ഹൗസിലേക്ക് പോകരുത്, കിസാൻ ഘട്ടിലേക്ക് പോകരുത്, അവിടെ 250ഓളം കർഷക സംഘടനകൾ പ്രതിഷേധിക്കും, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകരുത്. മാധ്യമ വാർത്തകൾ ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ മൂവ് ചെയ്യാവൂ. ഒപ്പം തന്നെ ഗതാഗതത്തിന് നിങ്ങൾ കൂടുതൽ ആശ്രയിക്കരുത്, നിങ്ങൾ സുരക്ഷിതരായിരിക്കണമെന്ന് ജൂലൈ 17 ഈ ഒരു അലർട്ട് അവരുടെ പൗരന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ എന്തൊക്കെയാണ് അതിൽ സംഭവിക്കാൻ പോകുന്നത്, ജൂലൈ 20 സംഭവിക്കാൻ പോകുന്നത് ജൂലൈ 17 തന്നെ അമേരിക്ക അത് അലർട്ട് ചെയ്തിരിക്കുന്നു. 2, ഈ ഇതിന്റെ പിന്നിൽ പാകിസ്ഥാൻ ട്വിറ്റർ ഹാൻഡിലുമാണ് ഇതിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് ഇത് എല്ലാ രാജ്യത്തും നടക്കുന്നത്. ഇതിനെതിരെയാണ് ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്ത് സമരങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ നടന്നാലും അതിനുവേണ്ടി കുറെ എണ്ണം ചാടി മറിയും. കാരണം അവരുടെ വിചാരം ഈ കേരളം ഒരു രാജ്യമാണെന്നും ഇവിടെ ഭരിക്കുന്നവർ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കും. ഒരു കുന്തവും നടക്കാൻ പോകുന്നില്ല. 20 MP-മാരില്ലെങ്കിൽ അവർ കേന്ദ്രം ഭരിക്കും, ഇവിടുന്ന് ഒരു MLA-മാരില്ലെങ്കിൽ അവർ കേന്ദ്രം ഭരിക്കും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ എല്ലാവരും കൂടെ മുക്കറിയിട്ടാൽ ആ സർക്കാരൊന്നും താഴെ പോകില്ല. കാരണം ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന്റെ ഇരട്ടി അപ്പുറത്തെ വശത്തൊരു ആൾക്കാരുണ്ട്. ഈ ദേശസ്നേഹികൾ ഇല്ലെങ്കിൽ വേണ്ട ഹിന്ദുത്വവാദികൾ എന്ന് പറയാം, സംഘടനകളൊന്നും വേണമെന്നില്ല. അവർ രംഗത്തിറങ്ങിയാൽ എന്താകും അവസ്ഥ? അടിച്ച് ചുരുട്ടില്ലേ ഇവന്മാരെയൊക്കെ. ബംഗാളിൽ എന്താണ് സംഭവിച്ചത്? ഇവന്മാര് കാണിച്ച അരാജകത്വത്തിന് അവിടുത്തെ ജനം എന്താണ്, റോഡിൽ പോലും ഇറങ്ങാൻ മേല, കല്ലും മുട്ടയും ഏറുകൊണ്ട് അകത്തേക്ക് ഓടേണ്ട അവസ്ഥ വന്നു. അവിടെ അടക്കി ഭരിച്ചിരുന്ന മമതാ ബാനർജി അടക്കമുള്ളവരാണ് അവിടെ സംഭവിച്ചത്. ബീഹാറിൽ എന്തായിരുന്നു?
യു പിയിൽ എന്തായിരുന്നു, ഇവിടെ എല്ലാം ഈ ജനം ഇറങ്ങി ഇവരെ കൈകാര്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തും. അതിന് വേണ്ടിയിട്ട് ആണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ RAF ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്നത് വൈകുന്നേരം 7 മണിക്കാണ് ഈ ആക്രമണം നടക്കുന്നത്. കോണാട്ട് പ്ലേസിലാണ് ആദ്യത്തെ ആക്രമണം നടക്കുന്നത്. രണ്ടാമത് ഈ തോക്കുകൊണ്ട് ഓടുന്ന വിഷ്വൽസ് ധനുഷ് കാണിച്ചത് കസ്തൂർബ ഗാന്ധി മാർഗിനും ടോൾസ്റ്റോയ് മാർഗിനും ഇടയിൽ വൈകുന്നേരം 7 മണിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വളയുകയാണ്. നിഹാങ്കുകൾ എന്ന് പറയുന്ന സിഖുകാരിലെ ഒരു തീവ്ര വിഭാഗമുണ്ട്, വിവരദോഷികളാണ്. വാളുമായി വന്ന് ഈ ഉദ്യോഗസ്ഥനെ വെട്ടുകയാണ്. അയാള് ജീവൻ രക്ഷിക്കാൻ വേണ്ടി തോക്കെടുത്തപ്പോ ഇവന്മാര് ആ തോക്ക് ചൂണ്ടുന്ന മെഷിൽ വിട്ടിട്ട് പ്രചരിപ്പിച്ചെന്താണെന്നറിയാമോ? പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കുന്നു. പിടിച്ചിപ്പി ജയിലിൽ കിടക്കുന്നവർ ആരും വിദ്യാർത്ഥികളല്ല, ഗുണ്ടകളാണ്, ഗ്യാങ്സ്റ്റേഴ്സ് ആണ്. ഇനി 118 പോലീസുകാർക്ക് പരിക്കിട്ടുണ്ട്. അത് ചില പോലീസുകാരുടെ നില ഗുരുതരമായിട്ടാണ് തുടരുന്നത്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. അതായത് രാജ്യത്ത് കലാപം ഉണ്ടാക്കുക, പൊതുമുതൽ നശിപ്പിച്ച് അതൊരു വല്ലാത്ത രീതിയിൽ ഒരു പ്രക്ഷുബ്ധരംഗം. ഇതിനെ അടിച്ചൊതുക്കുമ്പോൾ വിദ്യാർത്ഥികൾ, ഇതിൽ വിദ്യാർത്ഥികളില്ല, കുറവാണ്, വളരെ കുറവാണ്. പരിക്കേറ്റ് കിടക്കുന്ന എത്ര വിദ്യാർത്ഥികളുണ്ട്? പലരും അല്ലാതെ പോയത്. ഒരു മാധ്യമ പ്രവർത്തകയെ ഈ വിവരമുള്ളവരാണല്ലോ ഇവർ പറയുന്നത് എന്താണ്? അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ സമരമാണ്. വിദ്യാർത്ഥികൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ പിടിക്കാനാണോ പബ്ലിക്കായിട്ട് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ലെങ്കിൽ അതാണോ അവരുടെ സംസ്കാരം? ഒരു മാധ്യമ പ്രവർത്തകരെ അവിടെ വെച്ച് കൃത്യമായി തന്നെ റേപ്പ് ഇല്ലെങ്കിൽ പീഡിപ്പിക്കുന്നു, പരസ്യമായി പീഡിപ്പിക്കുക. അതായത് അവിടെ നടക്കുന്ന എന്തൊക്കെയാണ്? പീഡനം, ബലാത്സംഗം, അത് അവർ തമ്മിൽ നടത്തിക്കൊണ്ട് അത് നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. ജന്തർമന്ദറിലെ വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണുന്നു, അത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ പൊതുമുതൽ നശിപ്പിക്കുക, പോലീസ് ഉദ്യോഗസ്ഥരെ കടന്നാക്രമിക്കുക. ഇത് ചെയ്യുമ്പോൾ പോലീസ് അനങ്ങരുതെന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു രീതിയിലേക്ക് പോകും. ഇന്നലെ രാഹുൽ ഗാന്ധിയും ടീമും പ്രതിഷേധവുമായി എത്തി. അപ്പോഴേക്കും ഇവന്മാർക്ക് കുരുപൊട്ടി. ഇവരിപ്പോ പറയുന്നത് എന്താണ്? അതിഷി, അവരുടെ ദില്ലി മുൻ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി മോദി വിട്ടതാണ്. രാഹുൽ ഗാന്ധി വന്ന് ധർണ ഇരുന്നപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വന്നു, അവരുടെ മന്ത്രി ചർച്ചയ്ക്ക് വന്നു. സ്വാഭാവികം, ഞാൻ മുമ്പും പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടി നേതാവാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ്. പാർട്ടി ഏതാണ്? രജിസ്ട്രേഷൻ ഉണ്ടോ? ഒരു ഗ്രൂപ്പാണ് പാർട്ടി. ഇത് ഗ്രൂപ്പല്ല. ലോകത്തെല്ലായിടത്തും ജൻസി കലാപം നടക്കുന്ന ഗ്രൂപ്പാണ്, രജിസ്റ്റേർഡ് പാർട്ടികളല്ല നടത്തുന്നത്. കാരണം ഇത് പിടിക്കപ്പെടാതിരിക്കാൻ. ഇനി ഇവർക്ക് പിന്തുണ അർപ്പിച്ചിരിക്കുന്ന ആരാണ്? ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി. ഇന്ത്യയിലെ ജൻസി കലാപത്തിന് ഞങ്ങൾ പിന്തുണ നൽകുന്നു. ഇനിയിപ്പോ എന്തായാലും മൗദൂദി ചാനലിൽ എന്തായാലും കോളായി. കാരണം അവർക്കിനി അറഞ്ചാം ഇരുന്ന് ജൻസി കലാപത്തെ പ്രോത്സാഹിപ്പിക്കണം. അവരുടെ തലവർ ഓർഡർ കൊടുത്തു കഴിഞ്ഞല്ലോ. ശ്രദ്ധിക്കൂ, തമിഴ്നാട്ടിലെ വിജയ് എന്തെങ്കിലും പറഞ്ഞായിട്ട് കണ്ടോ ജൻസിക്ക്? വിജയ് ഒരു ചെറുപ്പക്കാരനാണല്ലോ, ഒന്നും വേണ്ടിയിട്ടില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇവിടുന്ന് ഇന്നലെ കുറെ നേതാക്കന്മാർ പോയി. അല്ലാതെ ഡീൻ കുര്യാക്കോസ് ഒക്കെ ബസ്സിനകത്ത് വെച്ച് പോലീസുകാരനെ ബടലിക്ക് പിടിക്കുന്നു, ആക്രോശിക്കുന്നു. ഇതൊക്കെ ഈ വിഷ്വൽ മീഡിയ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന നാടകങ്ങളാണ്. അപ്പൊ അതിനപ്പുറത്തേക്കൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. മാധ്യമങ്ങള് ഭയങ്കര രസകരമായിട്ടാണ്. മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിലെ റിപ്പോർട്ടറായിട്ടുള്ള ഡൽഹിയിൽ എനിക്ക് തോന്നുന്നു ബസന്താണെന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ പറയുകയാണ്, മാതൃഭൂമി ചാനലിലെ റിപ്പോർട്ടർ പറയുകയാണ്, രാഹുൽ ഗാന്ധി താഴെ ഇടുകയാണ്, വലിച്ചഴക്കുകയാണ്, അദ്ദേഹത്തിന്റെ മുഖത്ത് ചവിട്ടി എന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ പരിക്കുകൾ ഉണ്ടെന്ന് പറയുന്നു, അദ്ദേഹത്തിന് അതുണ്ടെന്ന് പറയുന്നു, ഇതുണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല, അതായത് ഡൽഹിയിലെ റിപ്പോർട്ടർക്ക് പോലും ഉറപ്പില്ല രാഹുൽ ഗാന്ധിയെ താഴെ വീണോ, ചവിട്ടിയോ, മർദ്ദനമേറ്റോ എന്നുള്ള കാര്യം. രാഹുൽ ഗാന്ധിയുടെ അത് നേരിട്ട് കണ്ട റിപ്പോർട്ടർക്ക് പോലും ഉറപ്പില്ല. പക്ഷെ മാതൃഭൂമി ന്യൂസിൽ രാത്രി ചർച്ചയിൽ വരുമ്പോൾ അഭിലാഷ് മോഹനൻ അതൊരു സ്ഥാപിത സത്യമായിട്ട് പറയുകയാണ്, രാഹുൽ ഗാന്ധിയെ വലിച്ചഴിച്ച് മുഖത്ത് ബൂട്ടിട്ട് ചവിട്ടി. അവിടെ അവരുടെ റിപ്പോർട്ടർക്ക് പോലും ഉറപ്പില്ലാത്ത കാര്യമാണ്. ഇവിടെ യുവമാരിൽ നിന്ന് ഘോരഘോരം സ്ഥാപിത സത്യങ്ങളാണ്. ഏഷ്യാനെറ്റ് താഴെ കൂടെ പോകുന്ന ഫ്ലാഷ് ന്യൂസ് എഴുതി കാണിക്കാൻ ദില്ലി പോലീസ് കയ്യൂക്ക് കൊണ്ട് സമരം അടിച്ചൊതുക്കുന്നു. എടാ, ഈ കേരളത്തിൽ നിങ്ങളുടെ ചാനലിന്റെ ഓഫീസിന്റെ തൊട്ട് താഴെയാണ് സെക്രട്ടേറിയറ്റ് വാതിക്ക് എത്ര സമരം നടക്കുന്നത്? അവിടെ നിന്ന് പോലീസുകാർ ലഡ്ഡു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക്? അതോ പൂമാലിടുകയാണ് ചെയ്യുന്നത്? അതോ കേരള പോലീസ് തല്ലുമ്പോൾ അത് ആഹായും മറ്റവർ ചെല്ലുമ്പോൾ ഓഹോയും ആകുമോ? ഇല്ലല്ലോ, രണ്ടും തന്നെയല്ലേ, എല്ലാം ഒന്നു തന്നെയല്ലേ ചെയ്യുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കുകയും മറ്റും ചെയ്തു. വനിതാ പോലീസുകാർക്ക് നേർക്ക് കൈയേറ്റം നടന്നിട്ടുണ്ട് ഒരുപാട്. അതുപോലെ അവരെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഇവര് പ്രചരിപ്പിക്കുന്ന വിഷ്വല് ആ പോലീസുകാരൻ ജീവനും കൊണ്ട് ഓടിയിട്ട് അയാൾ ഒരു നിമിഷം തിരിഞ്ഞ് അവന്മാരെ അകറ്റാനായിട്ട് തോക്കിങ്ങനെ ചൂണ്ടുന്നുണ്ട്. ആ തോക്ക് ചൂണ്ടുന്ന ആ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പറയാം, ഞങ്ങൾ ഇതാ വെടിവെക്കുന്നു. എന്നിട്ട് ആ തോക്ക് ചൂണ്ടുന്ന വിദ്യാർത്ഥികൾ ഞെട്ടി നിൽക്കുന്ന ഫോട്ടോയും കാരിക്കേച്ചർ ആക്കുന്നു, ആനിമേഷൻ ആക്കുന്നു, വലിയ ഫ്ലക്സ് അടിക്കുന്നു, പ്ലക്കാർഡ് അടിക്കുന്നു, അവിടെ കൊണ്ട് തൂക്കുന്നു. ഒരുത്തൻ പോലീസിന്റെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിക്കുന്നു. അവനെ മാത്രം പിക്ക് ചെയ്ത് അവനെ ദേഹത്ത് തൊട്ടില്ല പോലീസ്. ഞാൻ കണ്ടോണ്ടിരിക്കുക, ആ വിഷ്വൽ എൻ്റെ കയ്യിലുണ്ട്. ദേഹത്ത് തൊട്ടില്ല, അവനെ കൊണ്ടുപോയി ഒരു സൈഡിൽ ഇരുത്തുന്നു. അവന്റെ കാമുകി വന്ന് വെള്ളം കൊടുക്കാൻ പോകുമ്പോൾ പോലീസ് അത് പിടിച്ചു വാങ്ങിക്കുമ്പോൾ കാമുകി പറയുന്നു ഡോണ്ട് ടച്ച് എന്ന് ആ പോലീസിനോട് പറയുന്നു. എടാ, അടി കിട്ടിയതും പെപ്പർ സ്പ്രേ അടിച്ചതും ആ പാവപ്പെട്ട പോലീസുകാരന്റെ മുഖത്താണ്. ഇവള് ഡോണ്ട് ടച്ച് എന്ന് പറയുന്ന ഭാഗം മാത്രം എടുത്തുകൊണ്ട് അവൻ താഴെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് പറഞ്ഞ് ഈ അജണ്ട എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവാത്ത കേട്ടാ. ഒരു 1000 അല്ല 1,00,000 ധ്രുവറാട്ടിയെ സൃഷ്ടിക്കാനായിട്ട് നരേന്ദ്രമോദിക്ക് കഴിയും. ഇതൊരു ചെറിയൊരു ചുക്കട ഗ്യാങ്ങാണ്.
ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഈ ദേശീയവാദികളുടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ അതിനകത്ത് ഒരു വിഷ്വൽ വന്നു. അത് ഞാൻ കണ്ടതായിരുന്നു. അവിടെ നിൽക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജെൻസി തലമുറയിലെ ചെക്കൻ, അയാൾ ഒരു ദേശീയവാദിയാണെന്ന് എനിക്ക് തോന്നുന്നു. അയാൾ പറയാണ്, യവന്മാര് തെരുവിലിറങ്ങുന്നു, പക്ഷെ യവന്മാര് മറന്നു പോകാത്തൊരു കാര്യമുണ്ട്, ഞങ്ങൾ തെരുവിലിറങ്ങിയാൽ യവന്മാർക്ക് ഇറങ്ങാൻ തെരുവേ കാണില്ല എന്ന് പറയുന്ന ഒരു സീനുണ്ട്. നരേന്ദ്രമോദി വിചാരിച്ചു കഴിഞ്ഞാൽ 100 കോടി ആൾക്കാർ മോദിയുടെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഇതിനെ അടിച്ചമർത്താനാണെങ്കിൽ മോദിക്ക് ഇതിന്റെ അപ്പുറം ഇതിന്റെ ഒരു 100 ഇരട്ടി വലിപ്പമുള്ള ഒരു ക്രൗഡിനെ അവിടെ കൊണ്ടുവന്ന് ഇവന്മാരെ നേരിടാനായിട്ട് സാധിക്കും. ഒരു പോലീസും അടിക്കേണ്ട, ഒന്നും അടിക്കേണ്ട, ഒരു ഒരു സംഘർഷം അത്ര മാത്രമേ ഉള്ളൂ. ഇടികൊണ്ട് ചുരുണ്ടു പോകും അവന്മാര്. അതെന്തുകൊണ്ട് നടത്തുന്നില്ല? ഞാൻ ഈ ഫ്രസ്ട്രേഷനിൽ ചോദിക്കുകയാണ്. അല്ല ധനുഷ, എന്നുള്ള വേറെ ഉണ്ട്. ആ കോൺഗ്രസിന് പ്രതിഷേധമില്ലേ, ആ പ്രതിഷേധത്തിനിടയ്ക്ക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേർക്കോ മറ്റോ ഒരു കല്ലേറുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഈ രാജ്യത്തെ മുഴുവൻ ഏതാണ്ട് ഭൂരിപക്ഷം കോൺഗ്രസ് ഓഫീസുകൾ നിന്ന് കത്തിയാൻ, കോൺഗ്രസ്സുകാർ ഈ രാജ്യത്ത് കടന്ന് കംപ്ലീറ്റ് അടിമേടിച്ച് ചുരുണ്ടേനെ. ഈ പാർട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇത് ആരൊക്കെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. കുറെ ഗുണ്ടകളും ഇതിനകത്ത് പ്രത്യേകിച്ച് നേതാവില്ല. ഇതിനകത്ത് ഞാൻ ഇന്നലെ കേട്ട വാർത്ത വളരെ രസകരവും ഞെട്ടിക്കുന്നു. വാങ്ചു എന്ന് പറയുന്നിട്ട് ഈ ഉപവാസം കിടന്ന മഹാനുണ്ടല്ലോ, ഇദ്ദേഹത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ വാങ്ചുക്ക് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി ഇദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പാണ് അവർ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് 50 മിനിറ്റ്സ് ഞാൻ സംസാരിക്കണമെങ്കിൽ 15 lakhs ആണ് എന്റെ റേറ്റ് എന്ന്. 50 മിനിറ്റ് സംസാരിക്കുന്നതിന് 15 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ എവിടെ സംസാരിക്കുന്നതിന് റേറ്റ്. ആ മനുഷ്യൻ ഇത്രയും ദിവസം ഏതാണ്ട് 21 ദിവസം നിരാഹാരം കിടന്നു. അപ്പൊ ഒരു ദിവസത്തെ അദ്ദേഹത്തിന് നിരാഹാരത്തിന്റെ റേറ്റ് എത്രയായിരിക്കും? സാധാരണ ബാങ്കുക്ക് കിടക്കില്ല. അത് പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹത്തിന് ഡ്യൂട്ടി ഇതാണ്, എല്ലായിടത്തും പോയി നിരാഹാരം കിടക്കും. അതിന് പ്രത്യേകം സ്പെഷ്യൽ ട്രെയിനിങ് ഉള്ള ആളാണ്. കാരണം നിരാഹാരം സാധാരണ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിരാഹാരം നമുക്കൊന്നും പോയിട്ട് നിരാഹാരം കിടക്കാൻ പറ്റത്തില്ല. ഇതിനൊരു സ്പെഷ്യൽ ട്രെയിനിങ് വേണം. കാരണം ഈ കുടലുകളും മറ്റുമൊക്കെ സജ്ജമാക്കുന്ന ഒരു ഇത് വേണം. അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഉള്ളവർക്ക്. ഗാന്ധിജി കിടന്നു എന്ന് പറഞ്ഞ് മറ്റേതെങ്കിലും നേതാക്കൾ നിരാഹാരം കിടന്ന് കണ്ടിട്ടുണ്ടോ? നെഹ്റു നിരാഹാരം കിടന്ന് ധനുഷ് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധി നിരാഹാരം കിടന്ന് വായിച്ചിട്ടുണ്ടോ? പട്ടേലും കിടന്നിട്ടായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഗാന്ധിജിക്ക് അത് പറ്റുമായിരുന്നു. കാരണം അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉപവാസങ്ങളിൽ കൂടെയും മറ്റു സിസ്റ്റങ്ങളിൽ കൂടെയും ഒക്കെ ഹിന്ദുക്കളുടെ ഉപവാസമുണ്ട്, മുസ്ലിങ്ങൾക്ക് നോമ്പ് കാലമുണ്ട്. ഇതൊക്കെ അതിന്റെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായി എടുത്തുകൊണ്ട് അത് കൂടുതൽ യോഗ ആചാര്യന്മാരൊക്കെ അങ്ങനെ അവർക്ക് പറ്റുമായിരിക്കും. അത് അവരെ അങ്ങനെ ട്രെയിൻ ചെയ്ത് വെൽ ട്രെയിൻഡ് ആയിട്ടൊരു മനുഷ്യനാണ് ഈ വാങ്ചോക്ക്. അദ്ദേഹത്തിന് 50 മിനിറ്റ് പ്രസംഗിക്കുന്നതിന് 15 ലക്ഷം രൂപയാണ് റേറ്റ്. അപ്പൊ ഒരു ദിവസം ഈ പാറ്റകളുടെ കൂടെ കയറുന്ന നിരാഹാരം കിടക്കാൻ എത്രയാകും? ആലോചിച്ച് നോക്ക്. സിമ്പിൾ ആണത്. കുറഞ്ഞത് ഒരു 25 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും പെർ ഡേ. പിന്നെ ഇവിടുന്ന് ഇപ്പൊ കുറെ സെലിബ്രിറ്റികൾ പോകുന്നു, അവർക്കും പൈസ കൊടുക്കാതെ പോയില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ എഴുതുന്നവരെ കണ്ടിട്ടില്ല, നമ്മൾ ചിന്തിക്കാത്ത ആളുകൾ എഴുതുന്നത്. ഇതിനെക്കുറിച്ച് എക്കും പൊക്കും അറിയില്ല. കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ മകളുടെ വന്നു. ഈ മോഹൻലാലിന്റെ മകൾ ആദ്യമായിട്ടാണ് കേരളത്തിൽ വന്ന ഒരു ഷൂട്ടിങ്ങിലാണ് ഇത്രയും ദിവസങ്ങൾ പങ്കെടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ കുട്ടിയൊക്കെയാണ് വലിയ ഇത് കണക്ക് തായ്ലൻഡിലായിരുന്നു. ഈ കുട്ടിയൊക്കെ വലിയ കാര്യത്തിലാണ് ഇത് എഴുതി പിടിപ്പിക്കുന്നത്. എന്തറിഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല. കുറഞ്ഞ പക്ഷെ പത്രമെങ്കിലും വായിക്കുന്ന ഒരാളാണെങ്കിൽ അത് ചെയ്യില്ല. ഇതെന്താണ് ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്നത്? ഇന്ത്യയിൽ എത്ര സ്റ്റാർട്ടപ്പുകളുണ്ട്? യുവാക്കൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ യുവാക്കളും ഇറങ്ങാത്തത്? സ്കൂളും കോളേജും ഒക്കെ വർക്ക് ചെയ്യുന്നില്ല. സാധാരണ ജൻസി കലാപം എന്ന് പറഞ്ഞാൽ സ്കൂളുകളും കോളേജുകളൊക്കെ വിട്ടിട്ട് കുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങുക. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഇറങ്ങാത്തത്? കേരളത്തിൽ ഇത്രയും കോളേജില്ലേ? കേരളത്തിലെ വിദ്യാർത്ഥികളൊക്കെ എന്തായാലും അവിടെ ഇറച്ചു തല്ലി ജൻസികൾക്ക് പിന്തുണയുമായിട്ട് ഇറങ്ങാത്തത്? കുറഞ്ഞ പക്ഷെ ഈ പിള്ളേരുടെ തലയിൽ ഒരു മൂളയുണ്ട്, അതുകൊണ്ടാണ് അവരിറങ്ങാത്തത്. ഈ തെമ്മാടികളാണ് അവിടെ ഇറങ്ങുന്നത്. അവിടെ നടക്കുന്ന പരിപാടി മുഴുവൻ ഈ പീഡനം, പിന്നെ അതുപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, പൊതുമുതൽ നശിപ്പിക്കുക, പിന്നെ വാളുകൊണ്ട് വിട്ട്. അതായത് ഇവർക്ക് വേണ്ടത് ഒരു രക്തസാക്ഷിയാണ് ഇപ്പോൾ. അത് മിക്കവാറും ചിലപ്പം നാട്ടുകാരെങ്കിലും കൈവച്ച് കൊല്ലുമെന്ന് തോന്നുന്നു. ഇതേ രീതിയിലാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കാരണം ഇത് ധനുഷ് പറഞ്ഞത് ശരിയാ, പക്ഷെ അതിനകത്ത് വേറൊരു ഒരു ആംഗിൾ ഉണ്ട് ധനുഷ്. അതിനകത്ത് പൗരത്വ ഭേദഗതി ഉണ്ടായപ്പോഴും അഗ്നിവീർ സമരം ഉണ്ടായപ്പോഴും ഇങ്ങനെ ഒരു സംഘടിതമായ ഒരു ഗ്യാങ് തിരിച്ചടിക്കും എന്നൊരു നിലയിലേക്ക് എത്തിയിരുന്നെങ്കിൽ അതിനെ ആത്മസംയമനത്തോട് നിലക്കാനായിട്ട് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. കാരണം അങ്ങനെ സംഭവിച്ച ഒരു വർഗീയ കലാപത്തിലേക്ക് ഒരു പക്ഷെ വഴിമാറും, ഇല്ലെങ്കിൽ അത് മറ്റൊരു കലാപത്തിലേക്ക് പോകും. അതുകൊണ്ട് വേണ്ട, പോലീസ് ഉണ്ടല്ലോ, അതൊക്കെ നിയന്ത്രിക്കാനും കാര്യങ്ങളുമൊക്കെ. നമ്മൾ കണ്ടതാണ് ഈ അടുത്ത് ഞങ്ങളാണ് ജൻസികളെന്ന് പറഞ്ഞ് ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ ജൻസി പ്രക്ഷോഭത്തിന് ഇറങ്ങിയവരെ ഓടിച്ചിട്ടത് നമ്മൾ ആ വിഷ്വൽസ് നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട്. ധനുഷിന് ഓർമ്മയില്ലേ അത്? UP-യിലൊക്കെ ഹിന്ദു ജൻസികളാണ്, ഹിന്ദു ജൻസി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഞങ്ങൾ ഹിന്ദു ജൻസിയാണ് വാടാന്ന് പറഞ്ഞ് നിൽക്കുന്ന എത്രയോ വിഷ്വൽസ് നമ്മളുണ്ട്. അപ്പൊ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആംഗിൾ മാറി. ആ ആംഗിൾ അങ്ങനെ മാറ്റി ഒരു കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഈ നാട് മുഴുവൻ കലാപം ഉണ്ടാകണം, സംഘർഷം ഉണ്ടാകണം.
പകരം ഇവരെ അടിച്ചൊതുക്കാൻ പോലീസിന് പറ്റും, സേനയ്ക്ക് പറ്റും. ഇന്നിപ്പോൾ 20 കമ്പനി CRPF ബംഗാളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് അവിടെ ഡിപ്ലോയ് ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടുത്തെ കോടതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, കേന്ദ്ര സർക്കാരാണ് ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ഈ സമരം ഇങ്ങനെ പോകും. സമരം ഇതിപ്പോ പുത്തരിയൊന്നുമല്ല, ഇതിനേക്കാൾ ശക്തമായ ഒരുപാട് സമരങ്ങൾ ദില്ലിയിൽ അരങ്ങേറിയിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയാണ്. കാരണം BJPയുടെ രീതി ധനുഷ് പറഞ്ഞത് തന്നെ ഇത് മൊത്തം വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്ത് അവസാനത്തെ ഈ പഴുതാര വരെ പിന്നെ എന്താണ് ഹോളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് വരെ ഇവർ വെയിറ്റ് ചെയ്യും. എല്ലാം വന്നു കഴിയുമ്പോൾ തൂത്തുവാരിയെടുത്ത് അകത്ത് പോകും. ആ പൗരത്വ ഭേദഗതി സമരത്തിൽ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് നിന്ന് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും കിട്ടി, ഇവർക്ക് ആരൊക്കെയാണ് ഇതിനകത്തെ സംഭവങ്ങൾ എന്നൊക്കെ എല്ലാവരും കിട്ടി സ്കെച്ച് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് പൊക്കി. ഈ സമരം കഴിയുമ്പോൾ നോക്കുക എത്ര അകത്ത് പോകുന്നു. ആ പൗരത്വ ഭേദഗതി ഈ സമരത്തിന്റെ ഇടയിലെ ഹീറോ ആയിരുന്നു ഉമർ ഖാലിദ്. എന്തൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചു. ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ഹെഡിങ് ആണ് കയ്യൂക്ക് കൊണ്ട് പോലീസ് നേരിട്ടെന്ന്. കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് എനിക്ക് തോന്നുന്നു. അവനല്ലേ ഇതൊക്കെ തുടങ്ങി വെച്ചത്. അത് ഫണ്ട് വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. അതാണ് ഈ FCR നിയമവും കൊണ്ടിരുന്ന സാധനം. FCR ഈ ക്രിസ്ത്യാനികൾക്കെതിരാണെന്ന് ഇവിടെ പറഞ്ഞു വരുത്തുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇതേ കണക്ക് FCR ഫണ്ട് വന്നിട്ടാണ് ചെയ്യുന്നത്. ബാങ്ചുക്ക് എന്ന് പറഞ്ഞാൽ ഈ സമരവുമായിട്ട് ബന്ധമുള്ള ആളല്ല, പാർട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനൊന്നും അല്ല അദ്ദേഹം. ഇത് പൈസ കൊടുത്തിട്ടാണ് ഇവരെ ഓരോരുത്തരെ കൊണ്ടുവരുന്നത് അവിടെ. ഇപ്പൊ നമുക്ക് 10 രൂപ തന്നാൽ നമ്മൾ ചിലപ്പോൾ എഴുതണമെന്ന് അവർ പറയും. പക്ഷെ നമുക്കൊന്നും ഒരു കാരണം അവർക്കറിയാം. അങ്ങനെ ഇമെയിൽ മാറിപ്പോയതാണ് ഇവരുടെ റേറ്റ് പുറത്തു വന്നത്. അതായത് എന്താണ് വലതുപക്ഷ മാധ്യമ പ്രവർത്തകർക്കും വലതുപക്ഷ ചിന്താഗതിയുള്ള ആക്ടിവിസ്റ്റുകൾക്കും ഒക്കെ ഇവർ മെയിൽ ചെയ്തു, ഞങ്ങൾ ഇത്ര രൂപ വെച്ച് തരാമെന്ന്. 50,000 രൂപ തരാം. സോഷ്യൽ മീഡിയയിലിടുമല്ലോ. നമ്മൾക്ക് മെയിൽ ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ വാർത്തയാക്കും അത്. അപ്പൊ നമ്മളെയൊക്കെ നന്നായിട്ട് അറിയാം, അവർക്ക് നാഷണൽ മീഡിയാസിന് നമ്മളെ നന്നായിട്ട് അറിയാം, ഈ ടീമുകൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് നമുക്ക് അയക്കില്ല, തെറ്റിപ്പോലും അയക്കില്ല. ഇത് പക്ഷെ അറിയാതെ അയച്ചു പോയതാണ്. അതാണ് റേറ്റ് പുറത്തു വരുന്നത്. 5,000 രൂപ തൊട്ട് 50,000 രൂപ വരെയാണ് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ റീൽസ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യുന്നതിന്റെ താഴെ കമന്റിൽ പോയി 2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഉത്തരവില്ല, അവനറിയില്ല. അവന് പൈസ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ പൈസ തരുന്നതുകൊണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യത്തില്ലേ. അതിന് അവിടെ തമിഴ് താഴെ പോയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ അവനറിയില്ല. കാരണം അവൻ ആ കണ്ടന്റ് ചെയ്തതിനുള്ള പൈസയാണ് അവർ കിട്ടിയത്. അപ്പൊ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ചിലപ്പം ഇത് ക്യാമ്പയിനുകൾ നടത്താറുണ്ട്. അവർ പറയും ക്രിക്കറ്റിനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഇവർ ക്രിക്കറ്റിനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യും. എന്നാൽ ഈ ക്രിക്കറ്റിന്റെ ഉത്ഭവം എന്നാണെന്ന് ചോദിച്ചാൽ അവൻ അറിയാൻ പറ്റില്ല. ഈ പൈസയ്ക്ക് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രമാണത്. അതാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും കിടന്ന് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ നേപ്പാളിലും അങ്ങനെയാണ്, സോഷ്യൽ മീഡിയ വഴിയായിരുന്നു. പക്ഷെ അവിടെ അതിന്റെ മുന്നൊരുക്കം വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഈ ടെലിഗ്രാം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ വഴിയൊക്കെ അത് തുടങ്ങി ശക്തമായിട്ട് തന്നെ ആയിരുന്നു അതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിരുന്നത്. അപ്പം ഇതാണ് ഇതിനകത്ത് നടക്കുന്ന ഒരു കാര്യം. ഇത് സമരം നടക്കട്ടെ, നല്ലതല്ലേ, ജനം അറിയട്ടെ ഇവിടെ എന്തൊക്കെ നടക്കുന്നു. ഇപ്പൊ ധനുഷ് തന്നെ എത്ര വിഷ്വൽസ് ഇവിടെ കാണിച്ചു. ഇവിടെ പ്രചരിപ്പിക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ഇത് കാണിക്കില്ല. ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത മൂടി വെക്കാനും ശ്രമിക്കും. ഏതായാലും വരും ദിവസങ്ങളിലും നമ്മൾ ഈ ജൻസി കലാപം തന്നെ എടുക്കും. ഇന്ന് ആരോ കമന്റ് ഇടുന്നുണ്ട്, നിങ്ങൾ ആ വാർത്തയൊക്കെ എടുക്കൂ, BJPയുടെ അഴിമതിയൊക്കെ മാറ്റി വെക്കൂ എന്നുള്ളത്. BJPയുടെ അഴിമതി അതിൻ്റെതായ വഴിക്ക് പോകും. ഇത് വേറെ വാർത്ത, അത് വേറെ വാർത്ത എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു.